എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി വീണ്ടും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. അങ്ങനെ ഇന്നലെ ജനഹൃദയങ്ങളെ കാണുകയും അവരുടെ വേദനകൾ, അവരുടെ ബുദ്ധിമുട്ടുകളെ ഓരോരുത്തരായിട്ട് പറഞ്ഞതും നാം കണ്ടു. അവരുടെ സാന്നിധ്യത്തിൽ ഷൈനി എന്ന കഥാഭാഗ്യയെ ഒരു കല്ലറയും മറ്റു രണ്ട് മക്കളെ മറ്റൊരു കല്ലറയിലും സംസ്കരിച്ചു. വളരെ വേദനാജനകമായ രംഗങ്ങളാണ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിൽ ഏറ്റവും ശോചനീയമായി പറയുന്നുണ്ട്, ഒരു ചുവന്ന കുപ്പ എന്തോ ധരിച്ച ഒരു തിരുമേനിയുടെ ആജ്ഞയിൽ ഏതോ ഒരു മന്ത്രി കുറേ പോലീസുകാരെ അവിടെ ഏൽപ്പിച്ചു. ആ ഷൈനിയെ താലി കെട്ടിയവൻ ഒരു നാടകങ്ങൾ അവൻ നേരെ വണ്ടിയിൽ വന്നു. അവൻ ആ 3 മൃതദേഹങ്ങളും കൊണ്ട് യാത്രയായി അവൻ്റെ ഇടവകയിൽ ഇടവപ്പള്ളിയിൽ സംസ്കരിച്ചു. പക്ഷെ ഒരു നാട്ടുകാരും അവൻ്റെ വീട്ടിലേക്ക് പോയില്ല. പക്ഷെ എല്ലാവരും പടിയിലേക്ക് കടന്നെത്തുകയായിരുന്നു. ഇനി നാട്ടുകാർ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ദയവ് ചെയ്ത് അവൻ്റെ പേരെനിക്ക് ഞാൻ പറയുന്നില്ല. അവൻ്റെ പേര് വരെ അറപ്പാണ്, പറയാൻ കൊള്ളാത്തതാണ് അവൻ്റെ പേര്. ആ കള്ള നാണയം കത്തനാരെ ദൈവീയ നിങ്ങളുടെ സഭാതലങ്ങളിൽ നിന്ന് മാറ്റുക. ഇനി മാറ്റാൻ ഇവനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു പിതാവുണ്ടല്ലോ, ആ പിതാവാണ് എന്തെങ്കിലും പോലീസുകാരെയൊക്കെ അറിഞ്ഞത് അവിടെ വിട്ടത്, സംഘർഷം എന്തോ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇവനൊക്കെ ആ പാവം പിടിച്ച സ്ത്രീ അവരെന്ന് വിളിച്ച് ഉപദേശിച്ച് അവനൊന്നും നല്ല സമാധാനം ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു തിരുമേനിയാണ്. ഇന്നലെ ആജ്ഞാപിച്ച് ഏതോ ഒരു മന്ത്രി അതിനുള്ള സമ്മതം മൂടി പോലീസുകാരൊക്കെ കൊണ്ടിറക്കി അത് ശക്തി കാണിച്ചതായിരിക്കാം. എന്തായാലും സംഭവിച്ചു. ഇനി ദൈവം ചെയ്യേണ്ടത് ഈ തിരുസഭയോട് പറഞ്ഞ ക്രിസ്തീയ വിശ്വാസികളോട് പറഞ്ഞ് ഇവനെ പള്ളിയിലോ ആ പള്ളി പരിസരത്തിലോ കയറ്റായിരിക്കും. ഇവൻ ഏറ്റവും ബെസ്റ്റ് ബോംബെയിൽ ചുവന്ന തെരുവിൽ പോയി വേശ്യാലയം നടത്തുകയാണ്. അവന് പറ്റിയ ജോലി അതാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഈ ബാർ അസോസിയേഷനോടും പറയേണ്ട ഇവനെ ഡീബാർ ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള സാമൂഹ്യ ദ്രോഹികൾ ഒരു വക്കീൽ ഗൗൺ ഒടിച്ച് ഇവനെ കോടതിയിൽ കയറ്റാതിരിക്കുക. അത് നമ്മുടെ ഈ അഭിഭാഷക സമൂഹത്തിന് തന്നെ ഇവനൊരു തീരാശാപമാണ്. ഒരു രീതിയിലും ഉൾപ്പെടുത്താതിരിക്കുക. ഇവൻ ഏതെങ്കിലും ലോഹയിട്ട് ഒരു ദേവാലയത്തിൽ എന്തെങ്കിലും ഈ ബലിയർപ്പിക്കാൻ കയറിയാൽ ആ ദേവാലയം മുച്ചിട്ട് മുടിഞ്ഞു പോകും. കാരണം ഇവനൊക്കെ പോലുള്ള നായ്ക്കളിൽ നിന്നാണ് നാളെ തിരുമേനി പട്ടം കിട്ടിയാൽ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പാവം ക്രിസ്തുവിനെയും വിശ്വാസികളെയും തകർത്തെറിയുന്ന നാണക്കെട്ട പരീക്ഷകൾ ഇവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. സോ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഈ നായ്ക്കളെ, ഈ മൃഗങ്ങളെ, ഈ കഴുതകളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി ക്രിസ്തീയ സഭയെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി നമുക്ക് പട്ടക്കാരനും ഈ കത്തനന്മാരും ഇവന്മാരൊന്നും വേണ്ട. മനുഷ്യനെ ഊറ്റി കുടിക്കുന്ന അവൻ്റെ അധ്വാനത്തിൻ്റെ ദശാംശം വാങ്ങി അത് വലിയ മുന്തിയ കാറുകളിലും സുഖസമൃദ്ധമായ ആഹാരവും വലിയ കൊട്ടാര സദൃശ്യമുള്ള അരമനകളിലും താമസിക്കുന്ന ഈ തെണ്ടി പലിശകളെ ഇനിയെങ്കിലും സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുക. ഇല്ലെങ്കിൽ ക്രിസ്തീയ സഭ എന്നുള്ളത് ഇനി ഉണ്ടാകില്ല. എല്ലാവർക്കും നല്ല ബുദ്ധി, ഈ നാട്ടിൽ നിന്നും അകന്നു നിൽക്കുക. ഇവനെ നാട്ടിൽ തന്നെ നിർത്തി ഇവനെ പള്ളി അങ്കണത്തിൽ കയറ്റാതിരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾ ദൈവത്തിനോട് ചെയ്യുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കും. കണ്ടില്ലേ ഇന്നലെ ഓരോ സ്ത്രീകളും അവരിൽ നിന്ന് കേൾക്കേണ്ടി വന്ന ഓരോ കാര്യങ്ങൾ. ഇനി നാട്ടുകാരൻ ഇവനെ കൊലക്കുറ്റത്തിന് ഇവനെയൊക്കെ കേസെടുക്കണം. അത് തിരുമേനി മുതൽ ഇങ്ങോട്ടുണ്ടോ, തിരുമേനി മുതൽ ഇനി ഇവൻ ബ്രെയിൻ വാഷ് ചെയ്ത ഒരു മകനുണ്ടല്ലോ, അവനിൽ നിന്നും ഇവർക്ക് പണി കിട്ടും. അവൻ കുറച്ച് ഒന്ന് പ്രായമാകുമ്പോൾ അവന് ശരിയും തെറ്റും മനസ്സിലാകുമ്പോൾ അന്ന് വിചാരിക്കും അന്ന് ഇവൻ ഈ തന്തയെയും ഈ കള്ള പാതിരിയെയും
നല്ല രീതിയിൽ അവന്മാർ ഇന്ന് കാട്ടിക്കൂട്ടിയ ഈ ഓരോ കൃത്യത്തിനും എണ്ണി കണക്ക് ചോദിക്കും. അവിടെ തുടക്കം അവൻ്റെ നാശം. ഇനി അത് തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് കാത്തിരുന്ന് കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ.